മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനി പൊട്ടിക്കരയാണ്. അപ്പോൾ അനുമോൾ മസ്താനിയോട് പറയുന്നുണ്ട്, നീ പൊട്ടിക്കരഞ്ഞോ, നിന്റെ വിഷമം എല്ലാം തീരട്ടെ, തീരുന്നത് വരെ നീ കരഞ്ഞോ, നീ എന്തിനാ കരയുന്നതെന്ന് ഞാൻ നിന്നോട് ചോദിക്കില്ല, അതിൻ്റെ കാരണം എനിക്ക് അറിയാൻ ആഗ്രഹവും ഇല്ല. മസ്താനി അപ്പോൾ പറയുന്നുണ്ട്, റെന ഫാത്തിമേനെ ഞാൻ എൻ്റെ ഒരു അനിയത്തിനെ പോലെയാണ് കരുതിയത്, എന്നാലും അവൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നീ അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറയണ ആ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ പറയാൻ നിൽക്കുന്നുണ്ട്, അതൊക്കെ ഞാനൊരു ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് അനുമോളോട് മസ്താനി പറയുന്നുണ്ട്. പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും ഇനി നീ ഇവിടെ പറയണ്ട, നീയും ഈ നിമിഷം മുതൽ ബിഗ് ബോസ് വീട്ടിലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്, അത് നീ മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ആ കാര്യം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരത്തേട്ടൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇവിടെ വന്ന് പറയുന്നത്, മസ്താനീനെയല്ലേ എപ്പോഴും എപ്പോഴും ബിഗ് ബോസ് വിളിച്ച് ഓൺ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ചീത്ത പറയുകയും ചെയ്തു. അനുമോൾ മസ്താനിനോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞു കൊടുത്തത്, നീ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നൊരു കണ്ടസ്റ്റൻ്റാണ്, നിന്നെ ഇവിടേക്ക് സെലക്ട് ചെയ്ത് നീ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് നീ ഇവിടെ എത്തിയത്. നീയും ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലൊരു ഗെയിമറാണ്, നീ നല്ല രീതിയിൽ കളിച്ച് ഗെയിം കളിച്ച് മുന്നോട്ട് പോവുക, അത്ര മാത്രമാണ് ഞാൻ പറയുള്ളൂ. നിനക്ക് കരയാൻ തോന്നിയാൽ നീ കരയണം, എല്ലാവരുടെ മുമ്പിൽ നിനക്ക് പറയാനുള്ളത് നീ പറയണം. കരയാൻ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോകും, ആരുടെയും മുമ്പിൽ വെച്ച് നീ കരയരുത്. പിന്നെ ഇനി നിനക്ക് അത്രയ്ക്കും കരയാൻ നിർബന്ധമാണെങ്കിൽ അവിടെ കണ്ടില്ലേ മൈജി കോർണറിൻ്റെ അവിടെ ആ സൈഡിൽ പോയി കരഞ്ഞാൽ മതി, അപ്പം അധികം ആരും കാണുമൊന്നുമില്ല. ഞാനിടയ്ക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ മൈജി കോർണറിൻ്റെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ ബാത്റൂമിൽ പോയിട്ടാണ് ഇപ്പോൾ കരയാറുള്ളതെന്നാണ് അനുമോൾ പറയുന്നത്.